എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബേസിൽ ജോസഫ് ഒരു സംവിധായകനായി കടന്നു വന്ന് നമ്മളുടെ മുന്നിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ പലതും വന്നു പോയിട്ടുള്ളതാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഗോദ എന്ന ചിത്രവും മിന്നൽ മുരളി എന്ന ചിത്രവുമാണ്. സംവിധാന രംഗത്ത് നിന്ന് പെട്ടെന്നാണ് വിപിൻ ദാസ് സംവിധാനം ചെയ്ത ജയ 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 ഹേ എന്ന ചിത്രത്തിൽ ബേസിൽ ജോസഫ് അഭിനയിക്കുന്നത്. ആ ചിത്രം ഒരു വൻ വിജയം ആവുകയും നമ്മളെല്ലാവരും കാണുകയും ബേസിൽ ജോസഫിൻ്റെ സ്വന്തം ശൈലിയിലുള്ള ആ അഭിനയ രീതി നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു ജയ 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 ഹേ എന്ന ചിത്രം. ഈ ചിത്രത്തിൽ അഭിനയിച്ചതിനെ തുടർന്ന് ബേസിൽ ജോസഫ് ചിത്രങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു. അതിൽ പലതും സൂപ്പർ ഹിറ്റ് ആവുകയും ഒക്കെ ചെയ്തപ്പോൾ ബേസിൽ ജോസഫ് ദിലീപുമായി ഈയിടെയായി ദിലീപുമായി കമ്പയർ ചെയ്യുന്നത് പോലെ ഒരു സംസാരം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ബേസിൽ ജോസഫ് ഏകദേശം ദിലീപിൻ്റെ ഒരു അഭിനയ രീതിയാണ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് സംസാരം. അപ്പോൾ അതിനെക്കുറിച്ച് ബേസിൽ ജോസഫ് തന്നെ പറയുന്നു. അത് എന്താണെന്ന് ഒന്ന് കേൾക്കൂ. ബേസിലേട്ടനെ ദിലീപേട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക് ബേസിലേട്ടൻ പോകുന്നത് കൊണ്ടാണ് ദിലീപേട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? അല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ ചെറുപ്പകാലം വരെ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു പറയുന്നൊരു സന്തോഷം. പക്ഷെ എനിക്ക് അതിന് എൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു പറയുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, ആ ഒരു ലെഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്താണ്. അപ്പൊ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ബേസിൽ ജോസഫ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. 1995 മുതൽ ഏകദേശം 90കളുടെ പകുതി മുതൽ ഇന്നോളം തന്നെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടനാണ് ദിലീപ്. ഏകദേശം 30ലേറെ വർഷമായി മലയാള സിനിമയിൽ ദിലീപ് സാന്നിധ്യം അറിയിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിലീപിൻ്റെ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ആവുകയും തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ദിലീപ് കോമഡിയും കൂടുതൽ സീരിയസ് ആയിട്ടുള്ള റോളുകളും ഒക്കെ ചെയ്ത് നമ്മൾ ഒരുപാട് സിനിമകളിൽ ദിലീപിൻ്റെ അഭിനയ പാടവം കണ്ടിട്ടുള്ള ഒരു വ്യക്തികളാണ് നമ്മൾ. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ദിലീപ് അഭിനയത്തിൽ വ്യത്യസ്തമായ അഭിനയ രീതികളിലൂടെ, വ്യത്യസ്തമായ കഥകളിലൂടെ, വ്യത്യസ്തമായ ചിത്രങ്ങളിലൂടെ തൻ്റെ അഭിനയം പുറത്തേക്ക് എടുത്തപ്പോൾ ഇത് കണ്ടിരുന്ന പ്രേക്ഷകർ അദ്ദേഹത്തെ ഉള്ളിലേക്ക് ഇഷ്ടപ്പെടുകയും അതിനെ തുടർന്നാണല്ലോ ദിലീപ് എന്ന നടന് ജനപ്രിയ നായകൻ എന്ന ഒരു പേരും കൂടി വന്നത്. ഒരു കാലത്ത് മമ്മൂട്ടിയുടെയും മോഹൻലാലിനും ഒപ്പം നിലയുറപ്പിച്ചിരുന്ന ഒരു നടനും കൂടിയാണ് നമ്മുടെ ദിലീപ്. ബേസിൽ ജോസഫ് സംവിധായകനിൽ നിന്നും നടനായി മാറിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിൽ കോമഡിയും സീരിയസ് കഥാപാത്രങ്ങളും ഒക്കെ ഉള്ളത് പ്രേക്ഷകർ കാണുകയും അത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ചെയ്തതുകൊണ്ടാണല്ലോ നുണക്കുഴി പോലെയും സൂക്ഷ്മദർശിനി പോലെയും ഒക്കെയുള്ള ചിത്രങ്ങൾ ഇവിടെ വിജയിച്ചത്. എന്തായാലും ഇനിയും ബേസിൽ ജോസഫ് ഇനി അങ്ങോട്ട് മലയാള സിനിമയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എനിക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ഒരു അഭിനയ ശൈലിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. നമ്മളെയൊക്കെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനും കുറുക്കിക്കൊള്ളുന്ന ഡയലോഗ് പറയുവാനും ഒക്കെ ബേസിൽ ജോസഫ് മലയാള സിനിമയിൽ തന്നെ ഉണ്ടാകും. എന്നാലും ദിലീപ് എന്ന നടനിലേക്ക് എത്താനോ അല്ലെങ്കിൽ ദിലീപിൻ്റെ അഭിനയ തലത്തിലേക്ക് എത്തിപ്പെടാനോ നമ്മൾ ബേസിൽ ജോസഫിനെ പകരക്കാരനായി കാണുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബേസിൽ ജോസഫിന് അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിനയ ശൈലിയാണ്. ദിലീപ് വർഷങ്ങളോളം സിനിമയിൽ നിന്ന് അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ച കഥാപാത്രങ്ങൾ ഏറെയാണ്. എന്തായാലും ദിലീപിലേക്ക് എത്തുവാൻ ബേസിൽ ജോസഫ് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ദിലീപിൻ്റെതായ ഒരു ശൈലിയുണ്ട്, ബേസിൽ ജോസഫിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്. ദിലീപായാലും ബേസിൽ ജോസഫ് ആയാലും ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ വരുന്നവരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണല്ലോ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ. ബൈ.